അച്ചാലും പുച്ചാലും പണി കിട്ടിയിരിക്കുന്ന മാത്യു കുഴലപ്പത്തിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കൂടെ 5 മിനിറ്റ് മൗന പ്രാർത്ഥന. ഇനിയും ഇങ്ങനെയുള്ള മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കുഴലിനാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. കുഴലേട്ട ഇന്നാൾ വിളിച്ച മറ്റേ പ്രസ് മീറ്റിലെ മറ്റേ ധ്യാനം ദേയം നരസിംഹം എന്നൊക്കെ പറഞ്ഞ് മാസമായിട്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ച് ഇന്നിവിടെ വല്ലോ ഒക്കെ നടക്കുമെന്ന്. ഇതോടെ ഹർജി കോടതിയിൽ കയറുന്നു, മുഖ്യമന്ത്രിയുടെ കള്ളത്തരം പൊളിയുന്നു, മുഖ്യമന്ത്രിയെ മോളെയും പിടിച്ച് അകത്തിടുന്നു, മുഖ്യമന്ത്രി സ്ഥാനം പോകുന്നു, ബൈ ഇലക്ഷൻ നടക്കുന്നു, അതിൽ കുഴലേട്ടൻ അടുത്ത മുഖ്യമന്ത്രിയാവുന്നു. ആഹാ, എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ആ സീനൊക്കെ ഒന്ന് ഓർത്തു നോക്ക്. അതെങ്ങാനും നടന്ന സ്പോട്ടിൽ നാട് വിടണം. എന്നാലും അത്തരം മോഹങ്ങളല്ലേ കുഴലപ്പം പൊടിയും പോലെ പൊടിഞ്ഞില്ലാതായത്. ആ പ്രസ് മീറ്റിലെ കുഴലേട്ടന്റെ വരവ് ഓർമ്മയുണ്ടോ? എന്റെ കയ്യിലുണ്ട് എല്ലാ രേഖയും, ഇതാണ് ആ രേഖ എന്നൊക്കെ പറഞ്ഞ് എന്തോന്നായിരുന്നു. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. അന്ന് ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഡയറിയിൽ ആകെ 4 പേരാണുള്ളത്. ആദ്യത്തേത് മുഖ്യമന്ത്രി, പിന്നത്തേത് വീണ വിജയൻ, പിന്നെ മറ്റേ രഹസ്യമായിട്ട് RC OC അവരൊക്കെ അല്ലേ. അന്ന് ഏട്ടൻ പറഞ്ഞത് കോടതി പരിശോധിക്കട്ടെ എന്നാണ്. പരിശോധിച്ചിട്ട് കോടതി എന്ത് പറഞ്ഞാലും ഞാൻ ഓക്കെയാണ് എന്നൊക്കെ ഉള്ള ഡയലോഗായിരുന്നു. പരിശോധിച്ചിട്ട് ഇന്ന് വിജിലൻസ് കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെറുതെ വായിട്ടലച്ചാലൊന്നും തെളിവാവൂല, ശരിയായ രേഖ കിട്ടാതെ നിങ്ങളുടെ ഡയലോഗി ഒന്നും കേസായിട്ട് പരിഗണിക്കാൻ പറ്റൂല. എങ്ങനെയുണ്ട്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇത് വളരെ സിമ്പിളാണ്. കാര്യം ഇത്രയേ ഉള്ളൂ. CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് കരിമണൽ ഖനനം ചെയ്യാൻ വഴിവിട്ട സഹായം ചെയ്തതിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കിട്ടിയത് എന്നാണ് കുഴലിന്റെ വാദം. ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ, ആരോപണം വന്ന ഉടനെ കോടതി പറഞ്ഞു, എന്നാ തെളിവെട്, ആ വഴിവിട്ട സഹായത്തിന്റെ തെളിവെടുന്നു. അപ്പോൾ ഉടനെ കുഴലേട്ടൻ എൻ്റെ തെളിവ് എൻ്റെ ഡയറിയിലുണ്ടായിരുന്നു, ഇപ്പം നോക്കിയിട്ട് തരാമേ എന്ന് പറഞ്ഞ് 2 ആഴ്ച ഉരുണ്ട് കളിച്ചിട്ടാണെങ്കിലും തെളിവ് കൊടുത്തു. പക്ഷെ അതൊക്കെ ഫലത്തിൽ പുള്ളിയുടെ തന്നെ വേറെ ഏതോ കേസിന്റെ തെളിവാകാനാണ് സാധ്യത. അതിൽ വഴിവിട്ട സഹായം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കോടതി നൈസായിട്ടങ്ങ് പോട്ടിനെ. ഇപ്പം അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ വിശദമായ ഉത്തരവ് ലഭിച്ചിട്ടില്ല. വിശദമായ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ചൊരു പ്രതികരണമായിരിക്കും നന്നാവുക. നിയമപരമായൊരു ഒരു സെറ്റ് ബാക്കാണോ എന്ന് സെറ്റ് ബാക്കാണ്, ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. പിന്നല്ലാതെ കോടതി ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മെക്കിട്ട് കയറുന്നത് പോലെ കോടതിയിലോട്ട് ചെന്ന് കയറിക്കൊടു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അടിച്ചു തരും. കുഴലേട്ടൻ തന്നെ സ്വമേധയാ ഒരു വക്കീലായതുകൊണ്ട് ഇതൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആദ്യം ഉത്തരവ് വായിക്കട്ടെ എന്നിട്ട് പറയാം എന്നും പറഞ്ഞ് തൽക്കാലം ഒന്ന് തടിയൂരി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല സംഭവം. കുഴലേട്ടൻ മുഖ്യമന്ത്രിക്കും മോക്കുമെതിരെ ഹർജി കൊടുക്കുന്നതിന് കുഴലേട്ടനെക്കാട്ടിലും ത്രില്ലും എക്സൈറ്റ്മെന്റും ഇവിടുത്തെ കുറെ ചാനലുകാർക്കായിരുന്നു. ഞങ്ങളുടെ കുഴലേട്ടന്റെ ഹർജി ഒന്ന് ഏറിപ്പോട്ട് പിണറായി എന്നിട്ട് കാണിച്ചു തരാം എന്നുള്ളൊരു മൂഡായിരുന്നു. ഇപ്പം ദാ ശരിക്കും ഏറിപ്പോയിട്ടുണ്ട്. പിന്നെ മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് എൻ്റെ ഫാക്ട്സ് റോങ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയുണ്ടെങ്കിൽ ഞാനത് ഏറ്റുപറയും. വീണയെ പോലെ ഒരു സംരംഭകയെ അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയാൻ എനിക്ക് മടിയും. ആ ഡയറിയൊക്കെ പൊടി തട്ടി റെഡിയാക്കി വൈ കുഴലായിട്ട് അങ്ങോട്ട് ഇനി ഏറി പോകാനുള്ളതല്ലേ നമുക്ക്.